ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. അമിത്ഷായുടെ പുതിയ കുതന്ത്രം. സോഷ്യൽ മീഡിയക്കകത്ത് സന്തോഷ പ്രകടനം നടത്തുകയാണ് സംഘപരിവാർ. ഇനി ആർക്കും രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധിക്കാൻ സാധിക്കുകയില്ലല്ലോ എന്നോർത്ത്. ഡൽഹി പോലീസിന്റെ കണ്ണിൽ പ്രതിഷേധക്കാർക്കിടയിൽ ആരെയെങ്കിലും ആപത്തായി കണ്ടുകഴിഞ്ഞാൽ അവരെ പിടിച്ച് 1 വർഷം തടവിലാക്കാം. കാരണം ചോദിച്ച് ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ 10 ദിവസത്തിന് ശേഷമേ മറുപടി പറയുകയുള്ളൂ. ഈ നിയമം പുറപ്പെടുവിച്ചത് ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജലാണ്. ഇത് നിലവിൽ ഡൽഹിയിൽ മാത്രമാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ജനുവരി 19 മുതൽ ഏപ്രിൽ 18 വരെയാണ് ഈ നിയമം നിലനിൽക്കുക. ഏകദേശം 3 മാസം. ഇതൊരു ഭയപ്പെടുത്തലാണ്, ഇതൊരു കീഴ്പ്പെടുത്താൻ ശ്രമിക്കലാണ്, ഇതൊരു തന്ത്രമാണ്, കുതന്ത്രമാണ്. അമിത്ഷാ, നിങ്ങൾ ആരെയാണ് ഉടുക്കു കൊട്ടി പേടിപ്പിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ആര് ഭയന്നു എന്ന് വിചാരിച്ചാണ് സംഘപരിവാരെ നിങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് സന്തോഷിക്കുന്നുള്ളത്, അർമാദിക്കുന്നുള്ളത്? ഒരു കാര്യം നിങ്ങളോട് പറയാം. രാജ്യത്തിന്റെ മതേതരത്വ വിശ്വാസികൾക്ക് നിങ്ങളുടെ ഒരു നിയമവും അവരുടെ പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന ആത്മവിശ്വാസം അവരുടെ മനസ്സിനകത്തുണ്ട്. ഏത് തരത്തിലുള്ള കരിനിയമം കൊണ്ടുവന്നാലും അതിനെ പോരാടി തോൽപ്പിക്കാനുള്ള വീര്യവും ഊർജവും ആർജവവും അവരുടെ മനസ്സിനകത്ത് കയറിക്കഴിഞ്ഞു. അതിനെ അങ്ങനെ പോരാടി തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ്, പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ആദ്യ പടിയിലോട്ട് സമരമുഖം കടന്നുപോയ സമയത്ത് പബ്ലിക് കേരള തുറന്നു പറഞ്ഞതാണ്, പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പുതിയ കുതന്ത്രങ്ങളുമായി അവർ വരുമെന്ന്. ആ യാഥാർത്ഥ്യം ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു കാര്യം സംഘപരിവാറിനോടും അമിത്ഷയോടും വിളിച്ചു പറയാം, ഒരു നിയമത്തിനും ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം നിങ്ങൾ എത്ര പേരെ തടവിലാക്കും? 100 പേരെ, 1000 പേരെ, 10000 പേരെ? അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് തടവിൽ വെക്കാൻ നിങ്ങളുടെ കയ്യിൽ തടവറ ഇല്ലാതെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പ്രതിഷേധങ്ങളെ, സമരമുഖങ്ങളെ ഒരു നിയമം കൊണ്ട്, അല്ലെങ്കിൽ ഒരു കൊലപാതകം കൊണ്ട്, അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിച്ചത് കൊണ്ട് ഇല്ലാതാക്കാമായിരുന്നുവെങ്കിൽ നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുമായിരുന്നില്ല. അമിത്ഷാ, നമ്മളിവിടെ പോരാടുകയാണ്. പൗരത്വ ഭേദഗതി നിയമം, അതിൻ്റെ ആദ്യ ഇര എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. അവരുടെ അടിവേരിളക്കാനുള്ള കേന്ദ്രത്തിന്റെ ഈ കരിനിയമം, അതിനെ ചോദ്യം ചെയ്യേണ്ടത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കാരണം അതിനെ ഇല്ലാതെയാക്കി സുപ്രീം കോടതി ആ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് വരുവോളം രാജ്യത്തെ മുസ്ലിങ്ങൾ, മതേതരത്വ വിശ്വാസികൾ അവർ സമരത്തിൽ തന്നെയായിരിക്കും. കാരണം അല്ല എന്നുണ്ടെങ്കിൽ അവരോട് ഈ രാജ്യം വിട്ടു പോകാനാണ് പറയുന്നത്. ഈ മണ്ണ് വിട്ടു പോകാൻ വേണ്ടി പറയുമ്പോൾ ഈ മണ്ണിനെ ചേർത്ത് പിടിച്ച് അവരിവിടെ നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ അമിത്ഷാ. അതുകൊണ്ട് ഡൽഹിയിൽ എന്നല്ല, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനത്തും ഈ രീതിയിലുള്ള നിയമങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാൻ ഒരു അമിത്ഷയ്ക്കും സാധിക്കുകയില്ല. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.